നമസ്കാരം. ഞാൻ ഇന്ന് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും സന്തോഷവും ബഹുമാനവും തോന്നിയ ഒരു വാർത്ത ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചു തരാം. അത് കണ്ടിട്ട് നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. ആദ്യം ആ വീഡിയോ കണ്ടിട്ട് വരാം. അമ്പിളി സർക്കാർ ടൗൺഷിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു, വീട് കൊടുക്കാമെന്ന് പറഞ്ഞു, സംഘടനകൾ പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞു, ലീഗ് പറഞ്ഞു. പക്ഷേ ഈ ദുരന്ത ഭൂമിയിലെ ഹീറോസ് ലീഗാണെന്ന് ഞാൻ പറയും. കാരണം പറഞ്ഞത് 101 വീടാണ്, 51 വീട് പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മളൊരു പാലുകാച്ചൽ ചടങ്ങിലേക്കാണ് ഇനി പോകാനിരിക്കുന്നത്. ദുരന്ത ബാധിതർക്കായി ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ നാളെ ഗൃഹപ്രവേശന ചടങ്ങ് നടക്കുകയാണ്. ആദ്യം നിർമ്മിച്ച 51 വീടുകളിലാണ് കുടുംബങ്ങൾ താമസം തുടങ്ങുക. അടിപൊളി അല്ലേ? നമ്മുടെ കേരള ഗവൺമെന്റ് ഈ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഭയങ്കര ഇമോഷണൽ ആയിട്ട് സെന്റിമെന്റൽ അപ്രോച്ച് ഒക്കെ നടത്തി കുറെ പൈസ വാങ്ങിച്ചെടുത്തായിരുന്നല്ലോ. ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് വന്നത്. എവിടുന്നൊക്കെയാണ് അന്ന് ഫണ്ട് വന്നത്? നമ്മുടെ സിനിമാ താരങ്ങൾ ഓരോരുത്തരും അവരെ കഴിയാൻ വിധം പൈസ കൊടുത്തു. പിന്നെ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരുപാട് മനുഷ്യന്മാര്, നല്ല മനസ്സുള്ള മനുഷ്യന്മാര് ലക്ഷക്കണക്കിന് രൂപ നൽകി. പിന്നെ ബിസിനസ്സുകാരന്മാര്, അതും പോരാഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് നമ്മുടെ കേരളത്തിലുള്ള ഓരോ മനുഷ്യരും അവരെ കഴിയാൻ വിധം, സാധാരണക്കാരായിട്ടുള്ള ഓരോ വ്യക്തികളും അവരെ കഴിയാൻ വിധം പിരിവ് നടത്തി. ഓരോ ജില്ലയിലും പിരിവ് നടത്തി. കുടുംബശ്രീയുടെ വക വേറൊരു പിരിവ്, പിന്നെ ഓരോ പാർട്ടിക്കാരുടെ വകയുള്ള പിരിവ്, അങ്ങനെ പിരിവുകൾ നടത്തി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ആ ഒരു ഫണ്ടിലേക്ക് വന്നത്. കഴിഞ്ഞില്ല. തമിഴ്നാടും കർണാടക ഗവൺമെന്റും നൽകിയായിരുന്നു സഹായം. തമിഴ്നാട്ടിലെയും കർണാടകയിലെയൊക്കെയുള്ള സിനിമാ നടന്മാര്, ബിസിനസ്സുകാരന്മാര് അവരും നൽകി സംഭാവന. അങ്ങനെ കോടിക്കണക്കിന് രൂപ സംഭാവന വാങ്ങിച്ചപ്പോ സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകും. അവിടെയുള്ള ആൾക്കാർക്ക് ഇനിയും പുനരധിവാസത്തിന് വേണ്ടിയിട്ടും അവരെ നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ടും പഴയതിനേക്കാട്ടിൽ മെച്ചപ്പെട്ടൊരു ജീവിത നിലവാരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്തിയെ? ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് ആരാണ്ടൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് വലിയൊരു ടൗൺഷിപ്പ് ഉദ്ഘാടനമൊക്കെ നടത്തി. എന്നിട്ട് ഈ ടൗൺഷിപ്പ് ഉദ്ഘാടനത്തിൽ കയറി താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴേക്കും വീടുകളുടെ ഭിത്തിയിലൊക്കെ വിള്ളല്. അപ്പം എത്ര ഗുണനിലവാരത്തോടു കൂടിയിട്ടാണ് അവര് അത് ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഒട്ടും ഗുണനിലവാരമില്ലാതെ എനിക്കൊന്ന് ലോ ക്വാളിറ്റി സാധനമൊക്കെ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയത്. അല്ലെന്നുണ്ടെങ്കിൽ കയറി താമസിക്കുന്നതിന് മുമ്പ് വിള്ളൽ വരുമോ? ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോ ഞങ്ങളെല്ലാം ചെയ്തു എന്ന് കാണിക്കണ്ടായോ? അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ധൃതി പിടിച്ച് ഒരു ഉദ്ഘാടനം നടത്തിയത്. പക്ഷേ ഇവിടെ ലീഗ് 55 വീടുകളാണ് ഇപ്പൊ ആൾക്കാർക്ക് സമർപ്പിക്കാൻ പോകുന്നത്. 101 വീടുകൾ പറഞ്ഞു, 55 വീടുകളുടെ പണി കഴിപ്പിച്ചു. 55 വീടുകൾ ആൾക്കാർക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. അതും പിന്നെ ഇതിനകത്ത് ഇനി മതം കുത്തി നിറയ്ക്കാനൊന്നും വരണ്ട കേട്ടോ. ലീഗ് കൊടുക്കുന്ന വീടായതുകൊണ്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ വരും. അങ്ങനെയല്ല. ബാക്കി വീഡിയോയും കൂടി നമുക്ക് കണ്ടിട്ട് വരാം. വിനിയും കുടുംബവും ഇവിടേക്ക് താമസിക്കാനായി എത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ പാലുകാച്ചൽ ചടങ്ങ് അല്പം മുൻപ് നമ്മൾ വന്നപ്പോഴാണ് കഴിഞ്ഞത്. മറ്റു പൂജാ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 2 കൊല്ലവും യഥാർത്ഥത്തിൽ കാത്തിരുന്നത് ഈ വീടിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ആ വീടിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഈ വീട് ഒരു സ്വപ്നമാണ്. ഒരു വീട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പുതിയത് അവിടെ കിട്ടിയതായിരുന്നു. അത് പോയതിന്റെ വിഷമം അത് ഇപ്പൊ തീർന്നു. ഇപ്പൊ ഈ വീട് കിട്ടിയപ്പോ. ആ വീടുണ്ടാക്കിയത് 4 കൊല്ലം മുൻപ്, അത് അവിടെ താമസിച്ച് കൊതി തീരുന്നതിന് മുൻപാണ് വീട് തകർന്നത്. വീട് തകർന്നത് കൊതി തീരുന്നതിന് മുന്നേ വീട് തകർന്നു. അത്യാവശ്യം നല്ല വീടൊക്കെ തന്നെയായിരുന്നു. ആ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്? ആ സമയത്ത് നമുക്ക് അറിയാം, വെള്ളം വരുന്നത് കണ്ടാൽ അറിയാം. വെള്ളം മേലേക്ക് ഇങ്ങനെ വരുന്ന കണ്ടപ്പോ അവിടെ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞാണ്. പക്ഷെ അവര് പോയും ചെയ്തു, ഞാൻ രക്ഷപ്പെട്ടു ചെയ്തു. വിളിച്ച് പറഞ്ഞ ഗീതേച്ചിയാണ് തന്നെ വിളിച്ച് പറഞ്ഞത്, വെള്ളം വരുന്നുണ്ട്, നീ അവിടെ നിന്ന് മാറിക്കോന്ന്. ടൗൺഷിപ്പ് ഉണ്ട്, ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. എന്താ പിന്നെ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീട്ടിലേക്ക് അവർ ക്ഷണിച്ചപ്പോൾ വരാൻ തീരുമാനിക്കാൻ കാരണം? മുസ്ലിം ലീഗ് എന്ത് പറഞ്ഞാലും അത് നേടുന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. എന്തായാലും അത് കിട്ടും. അപ്പൊ പിന്നെ എന്തായാലും ഞാൻ ആരതും ഒന്നും നോക്കിയില്ല, ആരോടും ഒന്നും ചോദിച്ചില്ല. വീട്ടുകാരോടാണെങ്കിലും കുടുംബക്കാരോ ആരോടും ചോദിച്ചിട്ടില്ല. എന്റെ ഇഷ്ടത്തിന് എനിക്ക് മുസ്ലിം ലീഗ് മതി എന്നുള്ളത് തീരുമാനിച്ച് ഉറപ്പിച്ചു. രാവിലെ ചടങ്ങുകൾ പൂജ ഉണ്ടായിരുന്നു, ഗണപതി ഹോമം ഉണ്ടായിരുന്നു. 3 മണിക്കായിരുന്നു ഗണപതി ഹോമം കഴിഞ്ഞു. അപ്പം ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആളുകളെല്ലാവരും ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. ആദ്യത്തെ 2-3 വീടുകളാണ് ഇപ്പോൾ താമസം തുടങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ആളുകൾ ഇന്ന് നാളെ. കണ്ടില്ലേ അവരുടെയൊക്കെ മുഖത്തെ സന്തോഷം നോക്കിക്കേ. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും ബഹുമാനിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹം ഇന്ന് പതിയെ പതിയെ അങ്ങനെ അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നതിനിടയിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് കാണണം. ഇത്തരം എക്സാമ്പിളുകൾ, ഇത്തരം ഉദാഹരണങ്ങൾ നമ്മൾ കണ്ട് അത് മനഃപ്പാടമാക്കി ഈ രീതിയിലൊക്കെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അവര് വാഗ്ദാനം ചെയ്തു, അവരത് നടപ്പിലാക്കി. ഇനി ബാക്കിയും അവർ നടപ്പിലാക്കും.
പക്ഷെ ഒരുപാട് ആൾക്കാർ വാഗ്ദാനവുമായിട്ട് മുന്നോട്ട് വന്നിരുന്നല്ലോ. അവരൊക്കെ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ്, ഈവൻ നമ്മുടെ സർക്കാർ പോലും ദുരിതാശ്വാസത്തിനാണ് എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ച് പോക്കറ്റിലിട്ട് ദൂർത്തടിച്ച് കളഞ്ഞു. അതൊക്കെ പല നേതാക്കന്മാരുടെയും മക്കളുടെ പേരിലും മരുമക്കളുടെ പേരിലും ഒക്കെ ഇട്ടിട്ടുണ്ടാകും. നമുക്കറിയത്തില്ല എവിടേക്ക് പോയി എന്ന്. കൃത്യമായിട്ടുള്ള കണക്കുകൾ പോലും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ തയ്യാറായിട്ടില്ല. കൊണ്ടുപോകുന്ന കണക്കുകൾ കുഴിവെട്ടിയ വകയിൽ 8 കോടി രൂപ, ഇതൊക്കെ എന്തോ ഒരു കണക്കാണ്. പക്ഷെ ഇവർ ഈ ചെയ്ത നല്ല പ്രവൃത്തിയെ എത്ര പേര് അഭിനന്ദിക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അഭിനന്ദിക്കാനാണ് തോന്നുന്നത്. കാരണം നല്ലതാര് ചെയ്താലും അതിപ്പം ഏത് വ്യക്തി ആയിക്കോട്ടെ, ഈ ജാതി മതമൊക്കെ മുന്നോട്ട് വെച്ച് എന്തിനാണ് അത് ചെയ്യുന്നത്? മനുഷ്യന്മാര് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന്മാരായിട്ടുള്ള ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതാണ് ശരിയായിട്ടുള്ള ഒരു പ്രവൃത്തി. പക്ഷെ ഇന്ന് ആരും അതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാനോ തയ്യാറാകത്തില്ല. ഇവിടെ മുസ്ലിം ലീഗ് ചെയ്തതായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പാർട്ടിക്കാരും ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് സംസാരിക്കാനോ തയ്യാറാവില്ല. അത് ഉറപ്പാണ്. ഇനി ഇതിനെ വിമർശിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ചെല്ലും. ഓക്കെ, അതിനകത്ത് ഇപ്പൊ നമ്മുടെ സർക്കാർ ഫണ്ട് പിരിച്ചെടുത്തിട്ട് ചെയ്തത് കൊണ്ട് അതിനകത്ത് കോട്ടങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിമർശിക്കാം. പക്ഷെ ഇവരെ വിമർശിക്കാൻ പറ്റില്ല. അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു. അവരൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചു, അത് കൃത്യമായിട്ട് പാലിച്ചു. ഇപ്പൊ മുസ്ലിം ലീഗ് അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പാർട്ടിക്കാർക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അവർക്ക് വേണമെങ്കിൽ കണ്ണടയ്ക്കാമായിരുന്നു. ഇങ്ങനെ ഒരു ദുരന്തം നടന്നപ്പോൾ അപലപിക്കാമായിരുന്നു, മരിച്ചവരുടെ കുടുംബത്തിന് ഞങ്ങള് വിഷമത്തോട് കൂടിയിട്ട് ഞങ്ങളും പങ്കുചേരുന്നു എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. അവരങ്ങനെ ചെയ്തില്ല. അവര് പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് പാലിച്ചു. പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് പാലിക്കുന്നവരെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ ചെയ്യണം. അവരുടെ നല്ല പ്രവൃത്തിയെ നമ്മൾ അഭിനന്ദിക്കണം, അതിനെ അംഗീകരിക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള സമൂഹത്തിലുള്ള ആൾക്കാർ ചെയ്യേണ്ടത്. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഈ സമൂഹത്തിന്റെ അപര്യാപ്തത മൂലം പലരും ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരത്തില്ല. കാരണം ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വൈരാഗ്യം കുത്തി നിറയ്ക്കണം, മതത്തിന്റെ പേര് പറഞ്ഞ് എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കണം എന്നാണ് ആൾക്കാർ കരുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആൾക്കാർ കരുതിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം കുത്തിത്തിരിപ്പുണ്ടാക്കുക, മാക്സിമം വൈരാഗ്യം മനസ്സുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുക, അതിലൂടെ ആൾക്കാരെ തമ്മിൽ തല്ലിച്ച് തെറ്റിക്കുക, അങ്ങനെ രാഷ്ട്രീയക്കാർക്ക് നേട്ടമുണ്ടാക്കിയെടുക്കുക. എല്ലാവരുടെ ഇടയിലും തെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആരും നല്ലവരൊന്നുമല്ല, ആരും പൂർണ്ണരൊന്നുമല്ല. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനും ഒരു ഗ്രൂപ്പും ഒരു സംഘടനയും ഈ ലോകത്തില്ല. ഒരു മനുഷ്യന്മാരും ഇല്ല. അപ്പൊ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് തെറ്റുകളുണ്ടാകും, കുറ്റങ്ങളുണ്ടാകും. നമ്മൾക്ക് ആ തെറ്റുകളെയും കുറ്റങ്ങളെയും വിമർശിക്കാം. പക്ഷെ മതത്തിന്റെ പേര് ഇപ്പൊ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ മതത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാവരും മോശക്കാരാണ്. എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള ഒരു ഹെയ്റ്റ് നമ്മുടെ നാട്ടിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, മനഃപൂർവ്വം അനാവശ്യമായിട്ട്. അത് ആൾക്കാരുടെ ഉള്ളിലെ ഉള്ള ആ ഒരു സ്നേഹം ബഹുമാനം ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മുസ്ലിം ലീഗിന് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീട് പണിഞ്ഞു, ഞങ്ങൾ മുസ്ലിം ലീഗ് ആയതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ വീട് പണിഞ്ഞ് നൽകത്തുള്ളൂ എന്ന് പറയാമായിരുന്നല്ലോ. അവരങ്ങനെ ചെയ്തില്ലല്ലോ. ഇനി ഞങ്ങൾ പണിഞ്ഞു തന്ന വീടാണ്, അതുകൊണ്ട് ഹിന്ദു ആചാരപ്രകാരം അവിടെ ഗൃഹപ്രവേശനം നടത്താൻ പാടില്ല എന്ന് പറയാമായിരുന്നല്ലോ. പറഞ്ഞില്ലല്ലോ. അപ്പൊ അതാണ് പരസ്പര ബഹുമാനം എന്ന് പറയുന്നത്. ഇതിനെയാണ് പരസ്പര ബഹുമാനത്തോടു കൂടിയിട്ട് കഴിയുന്ന ഒരു സമൂഹത്തില് എല്ലാവരുടെയും മനസ്സിൽ സ്നേഹവും ബഹുമാനവും ഫ്രണ്ട്ഷിപ്പും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അല്ലാത്ത സമൂഹത്തിലുള്ള ആൾക്കാരുടെ മനസ്സിൽ ദുഷിച്ച ചിന്തകളായിരിക്കും ഉണ്ടാവുക.